ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളൊക്കെ വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് വാഹനങ്ങൾ വാങ്ങാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ നിലവിലുള്ള വ്യാപാരങ്ങളൊക്കെ ബിസിനസ്സൊക്കെ വിപുലമാകുന്നതിൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടി ചിലർക്ക് പുതിയ വാഹനങ്ങളൊക്കെ ഗുഡ്സ് ക്യാരിയറൊക്കെ വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ഭരണി നക്ഷത്രക്കാർ ദീർഘയാത്രകളൊക്കെ ചെയ്യാനുള്ള യോഗം കാണുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ വിശ്വസിച്ച് ചെയ്ത പല കാര്യങ്ങൾക്കും നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യനിലയൊക്കെ ഒന്നും മെച്ചപ്പെടുന്ന സമയമാണ്. നിങ്ങൾക്ക് ധനവരവ് കൂടി ഇരിക്കുന്ന സമയമാണ്. പല ദിക്കിൽ നിന്നും ധനവരവ് ഉണ്ടാവുന്ന സമയമാണ്. ശമ്പളവർദ്ധനൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് സൽപ്പേരും ജനസമ്മതിയും ഉണ്ടാവുന്നൊരു സമയം കൂടിയാണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസം. ചിലരൊക്കെ വീട് മെയിൻ്റെനൻസ് ചെയ്യുക, മോടി പിടിപ്പിക്കുക, പെയിൻറ്റിങ് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. നിങ്ങൾക്ക് എല്ലാ രംഗത്തും ത്യാഗമനോഭാവം നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റത്തിനൊക്കെ ഇട കാണുന്ന സമയം കൂടിയാണ്. നിങ്ങൾ അന്യ സ്ഥലങ്ങളിലൊക്കെ താമസിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാറി താമസിക്കേണ്ട സാഹചര്യമൊക്കെ വന്നേക്കാം. നിങ്ങൾക്ക് കലാകാരന്മാർക്കൊക്കെ കാലം അനുകൂലമാണ്. ശുക്ര ഭഗവാന്റെ കാരണമുള്ളതുകൊണ്ട് കലാകാരന്മാർക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾ പലരെയും സഹായിക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഇച്ചിരി ഒരു ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ഇച്ചിരി പരിങ്ങളായിരിക്കും. എങ്കിലും നിങ്ങൾ സഹായം ചോദിച്ചു വരുന്നവരെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചില പിഴകളൊക്കെ കാണുന്നുണ്ട്. ഒരു പൊരുത്തക്കേടൊക്കെ കാണുന്നുണ്ട്. ദമ്പതി ഭാവത്തിൽ അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല. വലിയ വഴക്കിലേക്കൊക്കെ പോകാനുള്ള വേർപിരിയൽ വരെ ചെന്നിട്ടാനുള്ള സാധ്യത വരെ പോകാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള പരിഹാരമൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. ദമ്പതികളൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കുക ഈ സമയങ്ങളൊക്കെ. നിങ്ങൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന സമയമാണ്. ക്ഷേത്ര ദർശനമൊക്കെ ധാരാളം ചെയ്യുന്നൊരു സമയമാണ്. വർഷം മധ്യത്തോടുകൂടി സ്ത്രീകൾക്ക് നേട്ടത്തിൻ്റെ കാലം തന്നെയായിരിക്കും. ഗുണകരമായ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ത്രീകളായി പിറന്നവർക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ബുധശുക്രന്മാരുടെ പ്രീതി ലഭിക്കുന്നൊരു സമയമാണ്. രണ്ടുപേരും നിങ്ങൾക്ക് ഗുണഫലമായിട്ടാണ് കാണുന്നത്. രാശിയിൽ നിങ്ങൾക്ക് സങ്കല്പത്തിനനുസരിച്ച് ഉയരുന്നതിനുള്ള സാഹചര്യമൊക്കെ വന്നുപെടുന്ന ഒരു സമയമാണ്. ഊഹക്കച്ചവടത്തിൽ, അതായത് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമായിട്ട് കാണുന്നൊരു സമയമല്ല. നഷ്ടം സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസം. കുറേയൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. ധനനഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര നഷ്ടമാണ് കാണുന്നത്. അതൊക്കെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മുൻകോപവും ക്ഷമയില്ലായ്മയും പല ദോഷങ്ങളും വരുത്തി വയ്ക്കുന്ന സമയമാണ്. എടുത്തു ചാടി ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വിനയമായിട്ട് മാറുന്നതാണ്. അധികൃത സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അനുമോദനങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ മാനേജറൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക. അയാളുടെ ഭാഗത്ത് നിന്നൊക്കെ കൺഗ്രാജുലേഷൻസൊക്കെ ലഭിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അനുകൂലമായ കുറേ തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാർ എടുക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ദമ്പതി ഭാവത്തിലെ ദോഷഫലങ്ങളാണ്. ഞാൻ കുറച്ച് വഴിപാടുകളൊക്കെ പറഞ്ഞുതരാം. ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വഴിപാട് കഴിച്ചാൽ ഏറെക്കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതല്ല എങ്കിൽ ഒരു ജ്യോതിഷിയെ കാണിച്ചിട്ട് നിങ്ങൾക്ക് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകാം. സാധാരണഗതിയിൽ ഭരണി നക്ഷത്രക്കാർ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ
വിഷ്ണു ക്ഷേത്ര ദർശനം ഗുണകരമായിരിക്കും. അതായത് ബുധനാഴ്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുകയോ അല്ലെങ്കിൽ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ്. ഈ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേട് ഉള്ളവർ, വലിയ വലിയ തർക്കങ്ങളിലേക്കൊക്കെ പോകുന്നവർ, ആ ദാമ്പത്യത്തിൽ തുടരണമെന്ന് ആഗ്രഹമുള്ളവർ അവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ ഗണപതി ഹോമം കഴിക്കുക വെള്ളിയാഴ്ച. ഒപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നവഗ്രഹ ഉള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജ നടത്തുന്നത് ഗുണകരമായിരിക്കും. ഇത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഭാര്യ ഭർത്താവിൻ്റെ പേരിൽ ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ നടത്തണം. സർപ്പത്തിന് സർപ്പബലിയും നടത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുന്നതാണ്. സർപ്പബലി എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് മണ്ണാറശാലയിലോ ആമയിടത്തുകാവിലോ നാഗർകോവിലോ ഒക്കെ പോയി ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനത്തെ വഴിപാട് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള വഴിപാടൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേർപിരിയൽ വരെ പോകാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നല്ല നല്ല ബന്ധങ്ങളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു പോകട്ടെ. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ പിന്നീട് കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ ഓർത്തിട്ട് ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചില വിട്ടുവീഴ്ചകളൊക്കെ നാളെ നിങ്ങളുടെ ജീവിതം വലിയ അവസാനിയായി നല്ല രീതിയിൽ സന്തോഷകരമായി പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സമയദോഷം കൊണ്ട് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ്. ഇതിന് പരിഹാരമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഗണപതി ഹോമവും നവഗ്രഹ പൂജയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിൽ ഉമാമഹേശ്വര പൂജ നടത്തുക. ഒപ്പം സർപ്പങ്ങൾക്ക് തളിച്ചൂടയോ, അത് ചെറുതാണ് തളിച്ചൂട, അതിനേക്കാളും നല്ലത് സർപ്പബലി മണ്ണാറശാലയിലോ ആമയിടത്തുകാവിലോ അല്ലെങ്കിൽ നാഗർകോവിലോ ഒക്കെ നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിലുണ്ടെങ്കിൽ, നാഗത്തന്മാരുടെ ക്ഷേത്രങ്ങളിലുണ്ടെങ്കിൽ, സർപ്പദൈവങ്ങളുടെ ക്ഷേത്രങ്ങളിലുണ്ടെങ്കിൽ അത് ചെയ്തു തരുമെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാം. ഇത് കൂടുതലും ചെയ്യുന്ന ഇവിടെയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ചാർജ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് ഇവിടെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തി പോകാൻ പറ്റും. നാഗർകോവിലൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലും തിരുവനന്തപുരം ഭാഗത്താണ് കേരളത്തിൻ്റെ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് കേരള ബോർഡറിലാണെന്ന് തോന്നുന്നു. ആമയിടത്തുകാവാണെങ്കിൽ എറണാകുളത്തും മണ്ണാറശാലയാണെങ്കിൽ മാവേലിക്കര ഭാഗത്തുമാണ്. നിങ്ങൾക്കത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റും. പിന്നെ സാധാരണഗതിയിലൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി പോകുന്ന ഭരണി നക്ഷത്രക്കാർ ബുധ ശുക്ര ഗ്രഹങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസം ബുധ ശുക്ര ഗ്രഹപൂജ നടത്തുന്നത് ഗുണകരമായിരിക്കും. വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഗുണഭാവം ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിലുണ്ട്. ഈ മാസാവസാനത്തോടെ ആഗസ്റ്റ് മാസാവസാനത്തോടുകൂടിയാണ് പ്രശ്നം കുറച്ച് സങ്കീർണമാകുന്നത്. അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് പോകുക. നിങ്ങളുടെ മുൻകോപവും ക്ഷമയില്ലായ്മയും ഒക്കെ ഒന്ന് കുറച്ചാൽ കാര്യങ്ങൾ ഗുണകരമായിട്ട് മാറുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.